Good morning, miss. Good morning. Good morning, miss. Good morning, miss. Good morning. റെഡി അല്ലേ എല്ലാവരും? വീഡിയോ ഓൺ ചെയ്തേ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യാം. ടേക്ക് യുവർ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക്. ഏതായിരുന്നു ഇനി പറയേണ്ടത്? 14th ലെസൺ അല്ലേ? സന്ത് കി സീക്ക് അല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? യെസ്. അതിൽ കുറച്ചല്ലേ പറഞ്ഞുള്ളൂ. റിയ മരിയ, ഗുഡ് മോർണിംഗ്. ന്യൂ സ്റ്റുഡന്റ് അല്ലേ? ഗുഡ് മോർണിംഗ്. Yes, miss. Good morning, miss. ഓക്കെ, നിനക്ക് ടെക്സ്റ്റിലല്ലോ മോളെ? ഹിന്ദിയുടെ ടെക്സ്റ്റ് ഉണ്ടോ? ഇല്ല, miss. ഓക്കെ, ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ ഏത് പാഠം എടുത്തത് ആ ലെസൺ ഒന്ന് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം. ഒന്ന് നോക്കിയിട്ടൊന്ന് വായിച്ചു വെക്കണേ. Yes, miss. അതുപോലെ ഹോംവർക്കുകൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക കേട്ടോ. Yes, miss. റിഹാൻ വീഡിയോ ഓൺ ചെയ്തോ? സന്ത് കി സീക്ക് അല്ലേ? നെക്സ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചത് ഏതാണ്? ടീച്ചിങ് ഓഫ് ദ സെയിന്റ്. സന്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? അതിൽ എന്താണ്? തിരുവള്ളുവർ, സന്ത് തിരുവള്ളുവറിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ള ലെസൺ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പഠിച്ചത് എന്തായിരുന്നു? സന്ത് തിരുവള്ളുവർ, അദ്ദേഹത്തിൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജുലാഹ ആണ് അല്ലേ? നെയ്ത്തുകാരനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം നെയ്തുണ്ടാക്കിയ ഇത് എന്താണ്? ഡ്രസ്സുകൾ കടയിൽ വിൽക്കുകയും അങ്ങനെയാണ് തൻ്റെ കുടുംബം വളർത്തിയിരുന്നത് അല്ലേ? അതുപോലെ ഒരു ദിവസം അദ്ദേഹത്തിന് മറ്റുള്ളവരോട് വിനമ്രതാപൂർവ്വം അല്ലെ, വിനയപൂർവ്വമാണ് പെരുമാറിയിട്ടുള്ളതെന്നും പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഒരു യുവാവ് അല്ലേ സന്തിൻ്റെ അടുത്ത്, തിരുവള്ളുവറിൻ്റെ അടുത്ത് ഒരു സാരിയുടെ വില ചോദിച്ചു പോയി. അപ്പോൾ എത്ര രൂപ എന്ന് പറഞ്ഞു? 2 രൂപ അല്ലേ? 2 രൂപയാണ് അതായത് ഒരു സാരിയുടെ വില 2 രൂപയാന്ന് പറഞ്ഞു. അപ്പോൾ ആ യുവാവ് നെക്സ്റ്റ് അടുത്ത തന്നെ ചെയ്യുന്നത് എന്താണ്? ആ സാരി 2 പീസായി, 2 പീസസ് അല്ലേ, 2 പീസായി മുറിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഒന്നിൻ്റെ വില ചോദിച്ചു. അപ്പോൾ അദ്ദേഹം 1 രൂപ എന്ന് പറഞ്ഞു. വീണ്ടും ആ ഒരു പീസ് വീണ്ടും 2 പീസാക്കുന്നു, വീണ്ടും 50 പൈസ. അങ്ങനെ കുറേ പീസാക്കിയിട്ട് അദ്ദേഹം അതിൻ്റെ കൃത്യമായ വില, ആ പീസിൻ്റെ വില മാത്രം അദ്ദേഹം പറയുന്നു. അവസാനം ഈ യുവാവ് എന്താ ചെയ്യുന്നത്? ഈ പീസാക്കി വെച്ച സാരി മുഴുവനും അവിടെ അടുത്ത് വലിച്ചെറിയുകയും ഒരു സാരിയുടെ മുഴുവൻ തുക 2 രൂപ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തില്ല? ആ 2 രൂപ വാങ്ങിയില്ല. എന്താ അദ്ദേഹം പറഞ്ഞത്? എനിക്ക് ഈ പൈസേൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാനൊരു സാരി കീറി ഇവിടെ വെച്ചില്ലേ, അപ്പോൾ അതിൻ്റെ പൈസയാണല്ലോ ഇതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ സാരി എടുത്തില്ലല്ലോ അല്ലേ, വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എടുത്തില്ലല്ലോ, അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ ഈ പൈസ വാങ്ങുക? അപ്പോൾ തിരുവള്ളുവർ അദ്ദേഹത്തിന്, ആ യുവാവിന് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി എന്ത് പറഞ്ഞു? ഈ ഒരു സാരി നിർമ്മിക്കണമെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരുപാട് പ്രയത്നങ്ങളുണ്ട്, ഒരുപാട് പേര് അതിനു വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് അല്ലേ? അതായത് ഒരു സാരി പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് സാരി ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. ആ സാരി ആവണമെങ്കിൽ ആദ്യം നമ്മൾ കോട്ടൺ കൃഷി ചെയ്യണം അല്ലേ? കോട്ടൺ പരുത്തി കൃഷി ചെയ്യുന്നു. ആ പരുത്തിയിലെ കോട്ടണിൽ നിന്ന് നൂൽ നൂൽക്കുന്നു. അതിനുശേഷം ആ നൂൽ ഉപയോഗിച്ച് നെയ്യുന്നു. അതിനുശേഷം ആ നെയ്ത ഇതിന്
കളർ കൊടുക്കുന്നു അല്ലേ, ഒരുപാട് പണിയുണ്ട് ഒരു സാരി ഒരു ഡ്രസ്സായി എടുക്കണമെങ്കിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരുപാട് ജനങ്ങളുടെ പ്രയാസങ്ങൾ കഠിനാധ്വാനങ്ങൾ ഇതിൻ്റെ പുറകെ ഉണ്ട്. നിങ്ങൾ കീറിക്കളഞ്ഞ ആ സാരിയുടെ പിറകിൽ ഒരുപാട് പേരുടെ പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം അത് വെറുതെ ആക്കി കളഞ്ഞല്ലോ എന്നാണ് ആര് പറഞ്ഞത്? യുവാവിനോട്? തിരുവള്ളുവർ. നിങ്ങളത് ഇത്രയും ആളുടെ പ്രയത്ന ഫലമാണ് നിങ്ങളതിപ്പോൾ നശിപ്പിച്ചതെന്ന് പറഞ്ഞു. അത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത്, പേജ് നമ്പർ 80 വരെ അല്ലേ. ഇനി പേജ് നമ്പർ 81 ആണ് എടുക്കേണ്ടത്. സായി കൃഷ്ണി റിഹാനും വീഡിയോ ഓൺ ചെയ്യണം. ടെക്സ്റ്റ് ബുക്ക് നോക്കുക, പേജ് നമ്പർ 81. യഹ് സുൻകർ യുവക് കി ആങ്കോ മേം ആംസു ആകെ. ഇത് കേട്ടപ്പോൾ ആ യങ്മാൻ്റെ യുവാവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരാൻ തുടങ്ങി. ഉസ്നെ അപ്പനെ വ്യവഹാർ കെ ലിയെ ക്ഷമാ മാങ്കി. അദ്ദേഹം തൻ്റെ ബിഹേവിയറിനോട് ക്ഷമ ചോദിച്ചു. തൻ്റെ ആ പെരുമാറ്റം, താൻ പെരുമാറുന്നത് മോശമായില്ലേ, അപ്പോൾ അത് അദ്ദേഹത്തിനോട് ക്ഷമ ചോദിച്ചു. ഔർ സന്ത് സേ പൂച്ച. അതിനുശേഷം സന്തിനോട് ചോദിച്ചു, ആപ്പ് മുझे സാടി के टुकड़े करने से पहले ही रोक कर एक बात कह सकते थे, फिर आपने ऐसा क्यों नहीं किया? അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്, ആ തിരുവള്ളുവറിനോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഞാൻ ഈ സാരി കീറുന്നതിന് മുന്നേ, പീസാക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇത് പറഞ്ഞുകൂടായിരുന്നോ? സാരി കീറാൻ വേണ്ടി അനുവദിക്കണമായിരുന്നോ? നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്തില്ല? സാരി കീറുമ്പോഴന്നെ നീ അത് കീറരുതെന്ന് പറഞ്ഞുകൂടായിരുന്നോന്ന് സന്തിനെ ജവാബ് ദിയ. അപ്പോൾ സന്ത് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, യദി മൈനെ തുമേ പഹലെ ഹി രോക്ക് ദിയാ ഹോത്താ തോ സംഭവതാ തും അപ്നി ഗലത്തി കോ പൂരി തരഹ് നഹി സമജ് പാത്തെ. ഞാൻ നിന്നെ അത് പീസ് ചെയ്യാൻ വേണ്ടി വിട്ടില്ല, സമ്മതിച്ചില്ലായിരുന്നു എങ്കിൽ നിനക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കില്ലായിരുന്നു. ഇതെങ്ങനെയാണെന്നുള്ളത് വ്യക്തമാക്കില്ലായിരുന്നു. നീ ഇത് പീസാക്കിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറയേണ്ടി വന്നത്. അപ്പോൾ നിനക്ക് കാര്യം എന്താണെന്നും മനസ്സിലായി. ഒരു സാരി നെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് നിർമ്മിക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ പിറകെ ഒരുപാട് ജനങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിനക്ക് മനസ്സിലായത് ആ സാരി ഞാൻ പീസ് ചെയ്യാൻ വേണ്ടി സമ്മതിച്ചപ്പോഴാണ്. ഇപ്പോൾ നിനക്ക് നിൻ്റെ തെറ്റെന്താണെന്ന് മനസ്സിലായല്ലോ. ജോസി ടെക്സ്റ്റ് ബുക്ക് നോക്കണേ, ടെക്സ്റ്റ് ബുക്ക്. നെക്സ്റ്റ് പാരഗ്രാഫ്, പേജ് നമ്പർ 81. संत तिरुवल्लुवर जब भी भोजन करते थे तो अपने साथ जल से आधा भरा पात्र और एक सुई रखते थे. ഇനി അപ്പോൾ ഇത്ര നേരം പറഞ്ഞത് ഇങ്ങനെയുള്ളൊരു സംഭവമാണ്. റിഹാനെ വീഡിയോ ഓൺ ചെയ്തോ? റിഹാൻ, റിയ, ആവണി, സന്തോഷ്, ഷിസ, ഫാത്തിമ എല്ലാവരും വീഡിയോ നിർബന്ധമായി വീഡിയോ ഓൺ ചെയ്യണം ക്ലാസ് കഴിയുന്നത് വരെ. ഇടയ്ക്ക് വീഡിയോ ഓഫ് ചെയ്യുന്നവരെ സാറ് പേര് നോട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ വീട് സാറ് എന്തായാലും നിങ്ങളുടെ എന്താണ് കാര്യം എന്ന് അന്വേഷിക്കാൻ വേണ്ടി സാർ നിങ്ങളുടെ വീട്ടിലെത്തും. അപ്പോൾ ആരും വീഡിയോ ഓഫ് ചെയ്യേണ്ടിയിരിക്കേണ്ട ആവശ്യമില്ല. റിഹാൻ ഇവിടെ 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 അവിടെ നിന്ന് സംസാരിക്കില്ല. അപ്പോൾ നമ്മൾ ഒരു സംഭവം കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി വേറൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. തിരുവള്ളുവറിൻ്റെ വേറൊരു ജീവിതത്തിലുണ്ടായ വേറൊരു സംഭവം. संत तिरुवल्लुवर जब भी भोजन करते थे तो अपने साथ जल से आधा भरा पात्र और एक सुई रखते थे. ഇനി അടുത്തത് നെക്സ്റ്റ് ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നറിയോ? ഈ സന്ത് തിരുവള്ളുവർ എപ്പോൾ ഭക്ഷണം കഴിക്കുന്നുവോ ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പാത്രത്തിൽ പകുതി വെള്ളവും ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളവും അതിലൊരു സൂയി മീൻസ് സൂചി, നീഡില്. മനസ്സിലായോ? എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കയ്യിലുണ്ടാവുന്ന എക്സ്ട്രാ ഉണ്ടാവുന്ന ഒരു സാധനമാണ് എന്ത്? ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളവും അതിൻ്റെ കൂടെ ആ വെള്ളത്തിലൊരു സൂചി, ഒരു നീഡിലും ഉണ്ടാവും. ഉൻകി പത്നി പ്രതിദിൻ ഉനെ ഐസ കർത്തേ ദേഖ്തി തി. അതിൻ്റെ ഭാര്യ ദിവസവും കാണുന്നുണ്ട് ഇദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ ഈ സംഭവം എടുത്തു വെക്കും. കിന്തു കബി ഇസ്കാ കാരൺ പൂച്ച്നേക്കാ സാഹസ് ന കർ സകി. പക്ഷെ എന്തിനാണ് ഇതെന്ന് ചോദിക്കാനുള്ള ധൈര്യം ആ വൈഫിന് ഉണ്ടായിരുന്നില്ല.
നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു സാധനം ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കാനുള്ള ധൈര്യം ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നില്ല. തബ് സന്ത് തിരുവള്ളുവറിനെ ഉനേം ഉത്തർ ദിയ. ഭോജൻ കർത്തേ ഹുയെ അന്ന കാ കോയി ദാന സോറി, ഞാൻ വായിച്ച തെറ്റിപ്പോയിട്ടോ, ഇടയ്ക്കൊരു ഗ്യാപ്പിൽ പോയി. നോക്കുക, ഉൻകി പ്രതിദിൻ ഉനെ മൈസ കർത്തെ देखती थी किंतु कभी इसका कारण पूछने का साहस न कर सकी. വർഷ പർ വർഷ ബീതത് രഹേ. കുറേ വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. പത്നിനെ കബി ഇസ്കെ ബാരേമേ ബാത് നഹീ കി. ഭാര്യയാണെങ്കിൽ ഈ കാര്യം ചോദിച്ചതുമില്ല. ഭാര്യയുടെ മനസ്സിലുണ്ട് ഇങ്ങനെ ഒരു സംഭവം. എന്തിനായിരിക്കും? നിങ്ങൾക്കറിയോ എന്തിനാണ് അദ്ദേഹം ഒരു അര ഗ്ലാസ്സിൽ വെള്ളവും ഒരു നീഡിലും ഉപയോഗിച്ച് എന്തിനാന്ന് പറയാൻ പറ്റുമോ? അറിയില്ല. അയാൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നും അയാൾക്ക് എന്തോ മിസ്റ്റേക്ക് ഉണ്ടാവുന്നല്ലേ? അയാൾക്ക് ഭ്രാന്താന്നല്ലെന്നും പറയും ചിലവരല്ലേ? എന്താണ് എന്താണ് ഈ ഒരു അരി ചോറ് വീണാല് അത് കുത്തിയെടുത്ത് വെള്ളത്തിൽ മുക്കി തിന്നാൻ. അതാണ്. അതെങ്ങനെ റിഹാന് മനസ്സിലായി? അത് കേട്ടപ്പോ മനസ്സിലായി. ഓ അങ്ങനെ. അത് വായിച്ചു നോക്കി മനസ്സിലാക്കിയോ? നോക്കുക, അപ്പൊ ഈ കാരണം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അല്ലേ? അങ്ങനെ തിരുവള്ളുവർ ജിക്ക് പത്നി ജബ് മൃത്യുശയ്യ പർദി. അങ്ങനെ തിരുവള്ളുവറിന്റെ ഭാര്യ മരിക്കാൻ കിടക്കാറായി, അത്രയായി, വയ്യാതായി, അവസ്ഥയിലായി. तो मरने से पहले उनकी पत्नी ने अपनी अंतिम इच्छा बताते हुए उसका कारण जानना चाहा. അപ്പോൾ അയാളുടെ ഭാര്യ മരിക്കാൻ കിടക്കുമ്പോൾ അവർക്ക് ഒരാഗ്രഹം, എന്താണ് അതിൻ്റെ ആൻസർ എന്ന് അറിയണമായിരുന്നു. തബ് സന്ത് തിരുവള്ളുവറിനെ ഉനേം ഉത്തർ ദിയ. അപ്പോൾ ആ സമയത്ത് തിരുവള്ളുവർ തൻ്റെ വൈഫിനോട് അതിൻ്റെ ആൻസറായിട്ട് പറഞ്ഞു, ഭോജൻ കർത്തേ ഹുയെ അന്ന കാ കോയി ദാന യദി നീച്ചെ ഗിർ ജാതാ ഥാ तो मैं उसे सुई से उड़ाकर जल पात्र में डालकर धोता था और उस दाने को ग्रहण कर लिया करता था. മനസ്സിലായോ? അതായത് ഭക്ഷണ പദാർത്ഥം കഴിക്കുന്ന ടൈമിൽ, ചോറായിക്കോട്ടെ എന്തെങ്കിലും ഭക്ഷണം ആയിക്കോട്ടെ, കഴിക്കുന്ന ടൈമിൽ ഏതെങ്കിലും ഒരു ധാന്യം താഴേക്ക് വീഴുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ നീഡിൽ ഉപയോഗിച്ച് അത് കുത്തിയെടുക്കുകയും ഈ വെള്ളത്തിലിട്ട് കഴുകിക്കൊണ്ട് അത് ഞാൻ കഴിക്കുകയും ചെയ്യും. കാരണം ഓരോ ധാന്യമണിക്കും അത്രയും വില ഞാൻ കൽപ്പിക്കുന്നു. നമ്മൾ ചെയ്യാറുണ്ടോ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര നമ്മൾ വേസ്റ്റാക്കി കളയുന്നല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. തിരുവള്ളുവർ ഒരു ധാന്യം പോലും പുറത്ത് വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രയാ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേസ്റ്റാക്കി കളയുന്നു? ഒന്ന് ചിന്തിച്ച് നോക്കിയേ അല്ലേ? എത്ര പേര് ദാരിദ്ര്യത്തിലായത്, ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവർ എത്ര പേരുണ്ട്. പക്ഷെ നമ്മളെന്നാലും ഭക്ഷണം കഴിക്കുമ്പോൾ കുറേയൊക്കെ താഴെയും അല്ലേ ടേബിളിലും ഒക്കെ ഇടും അല്ലേ? അറിയാതെ വീണു പോകും നമ്മുടെ കയ്യിൽ നിന്ന് വാരിയെടുക്കുമ്പോൾ. എന്നാന്ന് മുഹമ്മദേ? അതേപോലെ ഭക്ഷണങ്ങൾ താഴെ വീഴുന്നത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതായത് കുറേ എടുത്തിട്ട് നമ്മൾ കുറച്ച് കഴിച്ച് ബാക്കി നമ്മൾ എന്ത് ചെയ്യും? വേസ്റ്റ്. ഇടക്ക് സംസാരിക്കല്ലേ? എന്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കേ. ഏഞ്ചലും മുഹമ്മദ് റിഹാനും വീഡിയോ ഓൺ ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മളതുപോലെ ഭക്ഷണ പദാർത്ഥം എടുത്തിട്ട് എന്ത് ചെയ്യും? വേസ്റ്റ് ബോക്സ് കൊണ്ട് തട്ടും അല്ലേ? നമ്മൾ ഉപേക്ഷിക്കും അല്ലേ? നമ്മൾ എത്ര വേസ്റ്റ് അങ്ങനെ കൊണ്ട് കളയുന്നേ? ഇവിടെ തിരുവള്ളുവർ എന്താ ചെയ്യുന്നത്? ഒരു ധാന്യമണി നിലത്ത് വീണാൽ പോലും അദ്ദേഹം എന്ത് ചെയ്യും? അത് നീഡിൽ ഉപയോഗിച്ചെടുത്ത് കഴുകി ഭക്ഷിക്കും അല്ലേ? മേ മൈസ ഇസലിയെ കർത്താ താക്കി അന്നക്ക ഏക്ക് ബി ദാന വ്യർത്ഥന ഹോ. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്ന? തിരുവള്ളുവർ പറഞ്ഞു. എന്തുകൊണ്ടാ? എനിക്കൊരു ധാന്യമണി പോലും വെറുതെ കളയാനില്ല. ഈ സത്യ को जानकर मृत्युशैया पर लेटी पत्नी का मुख पर संतोष का भाव था. അപ്പോൾ ഇത് കേട്ടപ്പോഴേ മരിക്കാൻ കിടക്കുന്ന തൻ്റെ വൈഫിൻ്റെ മുഖത്ത്, തൻ്റെ പത്നിയുടെ മുഖത്ത് സന്തോഷമായിരുന്നു കാണേണ്ടത്. നെക്സ്റ്റ് പേജ്. संत तिरुवल्लुवर का यह आचरण तब था जबकि देश में
धन धान्य की कोई कमी नहीं थी और भारत को सोने की चिड़िया कहा जाता था. സന്ത് തിരുവള്ളുവറിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. രാജ്യത്ത് ഇഷ്ടം പോലെ ധനം, സമ്പത്തും ധാന്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കുറവ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. എങ്കിൽ കൂടി അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? ഇങ്ങനെ പിശുക്കിയിട്ടാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചത്. ഭാരതക്കോ സോനേക്കി ചിടിയ കഹാ ജാത. ആ സമയത്ത് ഇന്ത്യയെ സോനേക്കി ചിടിയ, ഗോൾഡൻ ബേർഡ്, സ്വർണ്ണ പക്ഷി എന്ന് വരെ വിളിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയെ. അത്രയ്ക്കൊരു ദാരിദ്ര്യം പോലും ഇല്ലാത്ത ടൈമിലായിരുന്നു ഇദ്ദേഹം ഇങ്ങനെ ചെയ്തത്. आज जब अनेक लोगों को एक समय का भोजन मिलना भी कठिन हो रहा है, ऐसे में संत തിരുവള്ളുവർ का यह व्यवहार विचार करने का योग्य है. ഇന്ന് അനേകം ജനങ്ങൾക്ക്, ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാനില്ലാതെ, നമ്മളത് അന്വേഷിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ചുറ്റുപാടും എത്രയോ ആൾക്കാർ ഒരു നേരത്തെ ഭക്ഷണം വയറുനിറച്ച് കഴിക്കാനില്ലാത്തവർ, തെരുവിൽ കഴിയുന്നവർ എത്രയോ ജനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ ധാന്യമണികൾ, അതായത് വേസ്റ്റാക്കി കളയുന്നത് ഒഴിവാക്കുന്നുണ്ട്. നമ്മളെ പെരുമാറ്റം പഴയതുപോലെ തന്നെ അല്ലേ? നമ്മളിതൊന്നും അന്വേഷിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ സന്ത് തിരുവള്ളുവർ ചെയ്തതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ കഴിച്ചില്ലെങ്കിലും അതായത് വേസ്റ്റാക്കി കളയാതെ കഴിക്കാനെങ്കിലും ശ്രമിക്കുക. ഇനി നീഡിൽ കൊണ്ട് ഞാൻ താഴെ വീണത് എടുത്ത് തിന്നാൻ പറഞ്ഞു എന്നൊന്നും മിസ് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ചെയ്തതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കുമ്പോൾ താഴെ വേസ്റ്റാക്കി കളയാതെ, പാത്രത്തിൽ നിന്നൊന്നും പുറത്തേക്ക് വീഴാത്ത രീതിയിൽ ഭക്ഷിക്കുക. അതുപോലെ തന്നെ കൂടുതൽ വേസ്റ്റാക്കി വേസ്റ്റ് ബോക്സിലിടുന്ന അവസ്ഥ വരാതിരിക്കുക. ഇതെങ്കിലും നിങ്ങൾ ഈ പാഠഭാഗം പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യുക. ഭക്ഷണം കൃത്യമായി വേണ്ട വിധം ഉപയോഗിക്കാൻ പഠിക്കുക. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആയോ? യെസ്. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ഞാൻ എടുത്തത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചോ. മിസ് റിയ മരിയക്ക് വേണ്ടിയിട്ട് മിസ് ആ ഗ്രൂപ്പിലൊന്ന് ഫോട്ടോ അയക്കട്ടെ, ആ ലെസൻ്റെ. അത് റിയ ഒന്ന് വായിക്കണേ. പിന്നീട് ക്ലാസ് കഴിഞ്ഞിട്ട് ഫ്രീ ടൈമിൽ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പിലിട്ടത് കേട്ടോ. റുവൈസ് എന്തു പറയുന്നു? റുവൈസേ, എനിക്ക് 81th പേജിലെ ഫസ്റ്റും സെക്കൻഡും പാരഗ്രാഫ് മനസ്സിലായില്ല. 81 പേജിലോ? 81 പേജല്ലേ ഞാൻ ഏഞ്ചലെ ഇന്ന് ഞാൻ ക്ലാസ് തുടങ്ങുന്നത് മുതൽ എടുത്തത്. അത് മനസ്സിലാവാതെ എന്തുകൊണ്ടാണ്? ഏഞ്ചൽ ആ ടൈമിൽ ക്ലാസ്സിൽ കയറിയില്ലായിരുന്നു, അതുകൊണ്ടല്ലേ? പക്ഷെ അത് മിസ് പറയുന്നൊന്നും കേൾക്കുന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു. കേൾക്കുന്നില്ല എന്ന് പറഞ്ഞോ? പേജിലല്ലേ? അതായത് അദ്ദേഹം പറഞ്ഞു എന്ത്? അതായത് സാരി പീസ ചെയ്യുന്നത്, അതിൻ്റെ പിറകിൽ ഒരു സാരി നിർമ്മിക്കാൻ വേണ്ടി ഒരുപാട് ജനങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ യുവാവ് കരയാൻ തുടങ്ങി. റിയ മരിയ റിഹാൻ, മുഹമ്മദ് റുവൈസ്, മുഹമ്മദ് കെ, വീഡിയോ ഓൺ ചെയ്തേ. നിങ്ങൾ ഇടയ്ക്ക് എന്തിനാ വീഡിയോ ഓഫ് ചെയ്യുന്നേ? അപ്പോൾ ആ യുവാവിനോട് പറഞ്ഞപ്പോൾ യുവാവ് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ ആ സാരി മുറിക്കുമ്പോൾ പീസ് ചെയ്യുന്ന സമയത്ത് എതിർത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങളത് പീസ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്കിതിൻ്റെ തെറ്റും മനസ്സിലാകുകയില്ല, നിങ്ങളിതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുകയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് വേറൊരു ഭാഗമാണ്. സന്ത് തിരുവള്ളുവർ എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിൻ്റെ കൂടെ കയ്യിൽ കൂടാതെ ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളവും ഒരു നീഡിലും അതിൽ ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഇതുവരെ വൈഫിന് മനസ്സിലായില്ല. വൈഫ് അതിൻ്റെ കാരണം അന്വേഷിച്ചു. അതായത് അതിൻ്റെ വൈഫ് അസുഖം വന്ന് കിടപ്പിലായി മരിക്കാറായി. ആ സമയത്ത് വൈഫ് ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്?
ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഏതെങ്കിലും ധാന്യമണികൾ താഴേക്ക് വീഴുകയാണെങ്കിൽ ഞാൻ ഈ നീഡിൽ ഉപയോഗിച്ച് എടുക്കുകയും ഈ വെള്ളം ഉപയോഗിച്ചത് കഴുകി ഭക്ഷിക്കുകയും ചെയ്യുന്നു. കാരണം ഓരോ ധാന്യമണികളും എനിക്ക് വിലപ്പെട്ടതാണ് എന്ന് പറയുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ വൈഫിന് സന്തോഷമായി. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. അതുകൊണ്ട് അത് ആ ടൈമിൽ ഇന്ത്യയിൽ ദാരിദ്ര്യമോ അല്ലെങ്കിൽ ധനത്തിനോ അല്ലെങ്കിൽ ധാന്യത്തിനോ ദാരിദ്ര്യമുള്ള സമയത്തല്ല അദ്ദേഹം അങ്ങനെ ചെയ്തത്. നല്ല പോലെ ഭക്ഷണം, ധാന്യങ്ങളും പച്ചക്കറികളും ഒക്കെ കിട്ടുന്ന സമയത്താണ് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുള്ളത്. എങ്കിൽ കൂടി അദ്ദേഹം ഇങ്ങനൊരു പെരുമാറ്റം, ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം എന്താണ്? നമ്മൾ ഫുഡ് ഒരിക്കലും വേസ്റ്റാക്കി കളയരുത്. താഴെ വീണത് എടുത്ത് കഴിക്കണം എന്നല്ല മിസ് ഉദ്ദേശിച്ചത്. ഫുഡ് കഴിക്കുമ്പോൾ ഒട്ടും തന്നെ വേസ്റ്റാക്കി കളയാതെ നമ്മൾക്ക് വേണ്ടുന്നതും ആവശ്യത്തിന് മാത്രം കഴിക്കുക. വേസ്റ്റാക്കി വേസ്റ്റ് ബോക്സിൽ കൊണ്ടിടുന്ന ഒരവസ്ഥ വരരുത്. കാരണം നമ്മുടെ ചുറ്റുഭാഗത്തും ഒരുപാട് ആൾക്കാർ ഇന്നും പട്ടിണിയായിട്ട് വിശദ ദാരിദ്ര്യം കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. നമ്മളത് കാണുന്നില്ല എന്ന് മാത്രം. തെരുവിലും വീട് പോലും ഇല്ലാതെ തെരുവിലൊക്കെ കഴിയുന്നവരുണ്ട്. കടവരാന്തയിൽ ഉറങ്ങുന്നതും അല്ലേ, എച്ചിൽ നമ്മൾ ഹോട്ടലിൻ്റെ പിറകെയൊക്കെ ഇടുന്ന വേസ്റ്റിൽ നിന്ന് എടുത്ത് കഴിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ അതിൻ്റെ ഫുഡ് എപ്പോഴും നമ്മൾ വേസ്റ്റാക്കി കളയാൻ പാടില്ല എന്നാണ് ഈ പാഠഭാഗത്തിലൂടെ പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ ഏഞ്ചൽ? ഏഞ്ചൽ ഇങ്ങനെ അവിടുന്ന് സംസാരിക്കും, എന്നിട്ട് എന്നോട് പറയും ക്ലാസ് എടുക്കണമെന്ന്. ഞാനിപ്പോ പറഞ്ഞത് ക്ലിയർ ആയാ? Can you hear me, Angel? എന്തോന്ന്? ഓക്കെ, നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കൂലേ? ആരാ ഒന്നത് വായിക്കുന്നേ? ഫസ്റ്റ് പാരഗ്രാഫ് മുതലൊന്ന് വായിച്ചേ. ഹന്ന തുടങ്ങിക്കോ. ഫസ്റ്റ് പാരഗ്രാഫ് ഹന്ന വായിക്കേ. संत की सीख। संत तिरुवल्लुवर तमिल भाषा के प्रसिद्ध कवि हुए हैं। उनका सरल व्यवहार और संतोषपूर्ण जीवन हमेशा दूसरों के लिए आदर्श है। उनके जीवन के कई ऐसे प्रसंग हैं जो इतने वर्ष बाद भी दूसरों के लिए प्रेरणा के स्रोत है। संत तिरुवल्लुवर व्यवसाय से जुलाहा और व्यवहार से संत थे। प्रतिदिन कपड़े बेचने से जो कमाई होती उससे वे अपने परिवार का पालन पोषण करते थे। एक दिन संत तिरुवल्लुवर कपड़े बेचने के लिए बाजार गए। एक युवक संत तिरुवल्लुवर के पास पहुंचा। संत की विनम्रता और सरलता देखकर उसने उन्हें दोंगी समझा। उसने उनकी परीक्षा लेने की सोची। उसने संत तिरुवल्लुवर के सामने रखे कपड़ों में से एक सांडी उड़ाई और संत से उसका दाम पूछा। उन्होंने विनम्रता पूर्वक युवक को सांडी का दाम ₹1 बता दिया। ഓക്കെ ഓക്കെ എഡ്വിൻ. ഇനി നെക്സ്റ്റ് എഡ്വിൻ വായിച്ചേ. എല്ലാവരും നോക്കണേ, ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കണം. ഒരു മിനിറ്റ് എഡ്വിൻ, ഒരു മിനിറ്റ്. റിയമരിയുടെ വീട് എവിടെയാ? ചുണ്ട. നമ്മുടെ ക്ലാസ്സിൽ വരുന്നവർ ആരെങ്കിലും ഉണ്ടോ ചുണ്ടയില്? അടുത്തെവിടെയെങ്കിലും ഉണ്ടോ അറിയോ? ചുണ്ടയിലുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ലക്ഷ്മിപ്രിയയുടെ വീട് എവിടെയാ നമ്മളെ? കമ്പല്ലൂർ.
ചുണ്ടയിലുള്ളവർ ആരും ഇല്ല അല്ലേ നമ്മുടെ ക്ലാസ്സിൽ? ഓക്കെ. ഇനി വായിച്ചോ എഡ്വിൻ. साड़ी साड़ी हाथ में लेकर हाथ में लेकर उस युवक ने साड़ी ने दे टुकड़े कर दिया और कहा मुझे पूरी साड़ी नहीं चाहिए, इस एक टुकड़े का दाम क्या होगा? सात ने शांत भाव से कहा, 1 रुपए। अब युवक ने उस एक टुकड़े के ജോസി ടെക്സ്റ്റ് ബുക്ക് നോക്ക്. दो टुकड़े कर दिया और उनमें ये एक का दाम पूंजा। संत ने उसी शांत भाव से जवाब दिया, 8 आना। 8 आना। वह युवक उसी प्रकार साटी का उनके टुकड़े करते गया और संत उसी अनुपात में दाम काम करते बताते रहे। अदीर में नेक्स्ट ओके। नेक्स्ट मोहम्मद के. अदे नेक्स्ट पैराग्राफ. साड़ी हाथ में लेकर उस ഏതാ വായിക്കുന്നേ? 80 പേജിന് आखिर में 80 लास्ट पैराग्राफ. आखिर में जब वह साड़ी पूरी तरह तार पार हो गई तो तुम युवक ने उन छोटे छोटे എന്താ വായിക്കുന്നേ? छोटे छोटे टुकड़ा और कहा, यह रहा तुम्हारी साड़ी का दाम। हिंदू संत ने रुपया लेना से इनकार करते हुए कहा, जब तुमने साड़ी खरीदी ही नहीं ते मैं उसका दाम कैसे ले सकता हूँ? पर बेटे दे എങ്ങനെ? बेटे ये 2 रुपये क्या उस मेहनत का मोल चुका सकते हूँ? चाहो इस साड़ी को बनाने में लगी। किसाना ने साल भर
कोते में खेत में खेत में पसीना पसीना बहाते हुई कफासा कपास पैदा किया എന്താ കപ്പാസ് എന്ന് പറഞ്ഞാൽ കോട്ടൺ പരുത്തി कपास पैदा किया मोरी अല്ല मेरी पत्नी ने उसे धुनने और गाने में मेहनत की मेरे बेटे ने उसे रंगा और मैंने इसे बुनते हुए साड़ी का रूप दिया सोचे इस साड़ी में कितने लोगों की मेहनत लगी हो और तुमने साड़ी के टुकड़े करके इतने लोगों की मेहनत को व्यर्थ कर दिया ओके नेक्स्ट ग्रेस वाइचे नेक्स्ट पैराग्राफ ग्रेस यह सुनकर युवती की आंखों में आंसू आ गए और उसने अपने व्यवहार के लिए क्षमा मांगी और सौंदर्य से पूजा मुझे साड़ी के टुकड़े करने से पहले ही रोक कर यह बात कह सकते हैं फिर आपने ऐसा क्यों नहीं किया संत ने जवाब दिया यदि मैंने तुम्हें पहले ही रोक दिया होता तो संभवतः तुम अपनी गलती को पूरी तरह नहीं समझ पाते ओके नेक्स्ट लक्ष्मी प्रिया
संत तिरुवल्लुवर जब भी भोजन करते थे तो अपने साथ जल से आधा भरा पात्र और एक सुई रखते थे। उनकी पत्नी प्रतिदिन उन्हें ऐसा करते देखती थी, किंतु कभी इसका कारण पूछने का साहस न कर सकी। वर्ष पर वर्ष बीतते रहे, पर पत्नी ने कभी इसके बारे में बात नहीं की। तिरुवल्लुवर जी की पत्नी जब मृत्यु शौया पर थी, तो मरने से पहले उनकी पत्नी ने अपनी अंतिम इच्छा बताते हुए इसका कारण जानना चाहा। तब संत तिरुवल्लुवर ने उन्हें उत्तर दिया, भोजन करते हुए अन्न का कोई दाना यदि नीचे गिर जाता था तो मैं उसे सुई से उड़ाकर जल पात्र में डालकर धोता था और उस दाने को ग्रहण कर लिया करता था। मैं ऐसा इसलिए करता था ताकि अन्न का एक भी दाना व्यर्थ न हो। इस सत्य को जानकर मृत्यु शैया पर लेटी पत्नी के मुख पर संतोष का भाव था। ओके, नेक्स्ट साई कृष्णा। संत तिरुवल्लुवर का यह आचरण तब था जबकि देशा में धन धान्य की कोई कमी नहीं थी और भारत को सोने की चिड़िया कहा जाता था। आज जब अनेक लोगों को एक समय का भोजन मिलना भी कठिन हो रहा है, ऐसे में संत तिरुवल्लुवर का यह व्यवहार विचार करने योग्य है। ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവരെ ക്ലാസ് കട്ടാവാറായി. ബാക്കിയുള്ളവരെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ വായിപ്പിക്കും. പിന്നെ ടെക്സ്റ്റ് ഇല്ലാത്ത റിയ മരിയ ക്ലാസ് ഗ്രൂപ്പിൽ നോക്കിയിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് റെഡിയാവുക. അതുപോലെ നോട്ട്ബുക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ശബ്ദാർത്ഥ വേർഡ് മീനിങ്, സമാനാർത്ഥി ശബ്ദം, മുഹാവരെ, വേർഡ് മീനിങ്, അതുപോലെ പര്യായ പദം, അതുപോലെ ശൈലികൾ, പ്രയോഗങ്ങൾ ഞാനിപ്പോൾ ക്ലാസ് ഗ്രൂപ്പിൽ അയക്കുന്നുണ്ട്. എല്ലാവരും നോട്ട്ബുക്ക് എഴുതുക. വേർഡ് മീനിങ്, ഈ പാഠത്തിൻ്റെ വേർഡ് മീനിങ് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പഠിച്ചിട്ട് വരിക. ഓക്കെ, ബൈ, സി യു. ബൈ ബൈ ബൈ. ഓക്കെ, ബൈ. Thank you, Miss. ഓക്കെ. Thank you, Miss. Thank you, Miss. ഓക്കെ, ബൈ. നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടത് ഞാൻ അയച്ചിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും പഠിക്കുക കേട്ടോ.